ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെണ്ടക്ക തീയലാണ്. അതിനായിട്ടൊരു 10 വെണ്ടക്ക കക്ക് വെണ്ടക്ക ഉണ്ട്, ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 7-8 അല്ലി ഉള്ളിയുണ്ട്, 3 ചെറിയ പച്ചമുളകും ഉണ്ട്. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിന് വേണ്ടി ഒരു ചെറിയ ഉരുള ഞാൻ വാളൻപുളി വെള്ളത്തിലിടാൻ വെക്കുന്നുണ്ട് കേട്ടോ, കുതിർന്നിട്ടാ സമയം കൊണ്ട്. വെണ്ടക്ക നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ ഈ പരുവത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. ചിലർ വലുതായിട്ട് അരിഞ്ഞെടുക്കാറുണ്ട്. ഇവിടെ എനിക്ക് ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാൻ ഇഷ്ടം. ഇതേപോലെ എല്ലാം അരിഞ്ഞെടുക്കാം നമുക്ക്. വെണ്ടയ്ക്കെല്ലാം ഇതുപോലെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഉള്ളി 3 പീസാക്കി എടുത്തിട്ടുള്ളൂ, ചെറുതാക്കിയിട്ടില്ല. ഇതിൻ്റെ കൂടെ തന്നെ വഴറ്റാനുള്ളതല്ലേ. പച്ചമുളകും ചെറുതായിട്ട് നെടുകെ പിളർന്നിട്ടുണ്ട്. ഒരു തേങ്ങയുടെ പകുതി മുറി ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരു പാൻ വെച്ച് പാൻ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് തേങ്ങ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. തീ കുറച്ചിട്ട് വറുത്താൽ മതി കേട്ടോ. അതിലേക്ക് 2 ചുവന്നുള്ളിയും കറിവേപ്പിലയും അല്പം വെളിച്ചെണ്ണയും ഒഴിച്ച് വറുക്കാം. ചെറുതിയിലിട്ട് നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് തീ കുറച്ചിട്ടിട്ട് പൊടികളിട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റെങ്കിലും ചെറുതിയിലിട്ട് വറുക്കണ്ടല്ലോ, അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു വേറൊരു ടേസ്റ്റ് ആയി പോകും. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ സാധാ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് വറുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊന്ന് ചൂടാറാൻ മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചട്ടി വെച്ച് വെണ്ടക്ക വാട്ടിയെടുക്കാം. ചട്ടി ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും ഉള്ളിയും എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. 5 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്കത് വെണ്ടയ്ക്കയും ഉള്ളിയും വാടി ഒന്നുള്ളത് 2-3 മിനിറ്റ് വാടിയാൽ മതി കേട്ടോ. വഴറ്റി കൊടുത്താൽ മതി. പിന്നെ നമുക്കിനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിയൊക്കെ ഒത്തിരി ഇഷ്ടാനുസരണം ഒഴിക്കണം കേട്ടോ. ഇതിൽ കിടന്നൊന്ന് തിളക്കട്ടെ. വെണ്ടക്ക പുളിവെള്ളത്തിൽ കിടന്നൊന്ന് തിളച്ചിടണം കേട്ടോ. നമുക്കിനി അരച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചിരുന്നു കേട്ടോ. മിക്സിയുടെ ജാറ് കഴുകി 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരപ്പും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം തിളപ്പിക്കാം കേട്ടോ. നല്ലോണം കിടന്നൊന്ന് തിളക്കട്ടെ. കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അല്പം പുളി കുറവുണ്ട് കേട്ടോ. ഒരിത്തിരി പുളിയും കൂടി ഞാൻ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കുറുകട്ടെ, വെന്ത് കുറുകട്ടെ ഈ അരപ്പ് നല്ലോണം. ഈ സമയത്ത് ചിലർ ഉലുവാപ്പൊടിയും ശർക്കര ഇട്ട് കൊടുക്കട്ടെ. ഞാനത് ഇടാറില്ല. കറി നല്ലോണം കുറുകിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് താളിച്ചൊഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി വറ്റൽമുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കാം. നമുക്കിന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വെണ്ടയ്ക്ക കിട്ടും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ എൻ്റെ വീഡിയോ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.